ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറച്ചിനെ കുറിച്ചല്ല, ഹൈറച്ചിലെ ലീഡർമാരുടെ അവസ്ഥയെ കുറിച്ചാണ് ഇന്നൊരു വീഡിയോ കണ്ടത്. ഇതിനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ലീഡർമാരൊക്കെ മാളത്തിൽ ഒളിച്ചു എന്നുള്ള ഒരു ടൈറ്റിലോട് കൂടിയാണ് കോടതിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് ഇന്നൊരു വീഡിയോ വന്നത്. ഇവരുടെ എല്ലാ തട്ടിപ്പുകളെയും പൊളിച്ചടുക്കിക്കൊണ്ട് അതിന് ഇവർക്ക് ഉത്തരം മുട്ടിപ്പോയി എന്നുള്ള രീതിയിലുള്ള വീഡിയോ വന്നത്. എന്നാൽ ഇന്ന് ഇവർ കുറച്ച് ഒരു 10-11 മാസമായിട്ട് ഞങ്ങൾക്കെതിരെ ഇവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഇവരുടെ ഈ തട്ടിപ്പുകളെ തുറന്നു കാണിക്കുന്നവർക്കെതിരെ പറയുന്ന ആരോപണമാണ് വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഷിബു എബ്രഹാം അടക്കം പറഞ്ഞു, വാട്സപ്പ് ഗ്രൂപ്പുകളിലെ മെസ്സേജ് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മാസം 1 ലക്ഷം രൂപയുടെ. ഇതൊക്കെ വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് സങ്കടമുണ്ട്. എന്നാലും ഇവന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കോടിക്കണക്കിന് രൂപ മറ്റ് ഏത് കമ്പനിക്കാരാണോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് പൈസ എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കുക. അപ്പോൾ അതുപോലെയുള്ള ഒരു ആരോപണം ഇന്ന് മുന്നോട്ടുള്ള നടപടികൾ എന്നൊരു ഗ്രൂപ്പിൽ മിസ്റ്റർ അഭിലാഷ് പറയുന്നത് കേട്ടോ. അപ്പോൾ അഭിലാഷിനെ ഒന്ന് എനിക്ക് വിളിക്കണം തോന്നി. അഭിലാഷിനെ വിളിച്ചു. അഭിലാഷ് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്, വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ്. അഭിലാഷിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, നിങ്ങൾ റുബീഡിയത്തെക്കുറിച്ച് എന്താ വീഡിയോ ചെയ്യാത്തതെന്നാണ്. അപ്പോൾ റുബീഡിയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞു, അഭിലാഷെ വീഡിയോ ഒക്കെ ചെയ്യാം റുബീഡിയത്തിനെ കുറിച്ച്, പക്ഷേ ആരെങ്കിലും ഒരു പരാതി എന്താണ് റുബീഡിയം എന്നും ആർക്കാണ് പണം നഷ്ടപ്പെട്ടതെന്നും ഒരു ആരെങ്കിലും ഒരു ഡീറ്റെയിൽസ് തരൂ, ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ ചെയ്യാൻ തോന്നുന്നു. പിന്നെ അഭിലാഷ് അതിൽ നിന്ന് വിട്ടുപിടിക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. അഭിലാഷ് പറയുന്നത് അതിന് ധൃതിയാക്കല്ല, നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അഭിലാഷിന് പോലും അറിയില്ല ആർക്കാണ് പണം നഷ്ടപ്പെട്ടത്, എന്താണ് റുബീഡിയം എന്ന് അഭിലാഷിന് പോലും അറിയില്ല. പക്ഷേ അഭിലാഷിന് നിർബന്ധം റുബീഡിയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുള്ളതാണ്. റുബീഡിയം ഒരു ക്രിപ്റ്റോ തട്ടിപ്പ് തന്നെയാണ്. അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടാവില്ല, പിന്നെ മെല്ലെ അത് മനസ്സിലായിട്ടുണ്ട്. അതിനെതിരെ എല്ലാവരും തന്നെ അതിൻ്റെ പ്രൊമോട്ടർമാരായിരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ അല്ലാതെ എല്ലാവർക്കും തന്നെ അതിനെക്കുറിച്ച് ബോധ്യമുണ്ട് എന്താണ് ഈ തട്ടിപ്പ് എന്നുള്ളത്. അതിനെക്കുറിച്ച് ആർക്കും തന്നെ എന്താണ് ഈ റുബീഡിയം എന്ന് പോലും എനിക്കറിയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ അവനോട് ചോദിച്ചു ഒരു ഇത് തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അവന് തീരെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു. നമ്മുടെ റസിയാത്ത പറഞ്ഞ പോലെ ബ്രെയിൻ വാഷ്ഡ്, ആ ഗ്രൂപ്പുകളിൽ നിന്നുള്ള മെസ്സേജുകൾ കേട്ട് ബ്രെയിൻ വാഷ്ഡ് ആയിരുന്നു. അവർ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും, അവർ ചീത്ത പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും എന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുകയാണ് അതിൽ ഒരു കൂട്ടം ആൾക്കാർ. അങ്ങനെയാണ് റസിയാത്ത നോയലിനെയൊക്കെ വിളിച്ച് ചീത്ത പറയുകയും അവസാനം അത് മനസ്സിലാക്കുകയും അവസാനം റസിയാത്ത തന്നെ പറയുന്നുണ്ട്, ഈ കമ്പനി നമ്മുടേതല്ല, ഇതിനു വേണ്ടി നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല, ഇത് നമ്മളെ പറ്റിച്ച കമ്പനിയാണ്, ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പാവപ്പെട്ട റസിയാത്ത പറയുന്നുണ്ട്. ആ റസിയാത്തനെ ഞാൻ പലതവണ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് റസിയാത്ത, നമ്മൾ സൗഹൃദം, നമ്മളെ ബന്ധപ്പെട്ടവരാരും നമ്മളിങ്ങനെ ചീത്ത പറഞ്ഞു. പണ്ട് നമ്മുടെ ഫിജീഷ് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഒരു 10-23 മിനിറ്റ് വിളിച്ച് ഭയങ്കര നിന്നെ കൊല്ലും, നിന്നെ തട്ടിക്കളയും, അങ്ങനെയൊക്കെ ആക്കിയ പോലും ഞാൻ അവനോട് സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. അതിനുശേഷം പോലീസിൽ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തു, അത് വേറെ കാര്യം. അപ്പോൾ എന്നെ വിളിച്ച ആർക്കും തന്നെ എന്നോട് പലരും ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോഴും ഇങ്ങനെ ശപിക്കുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവരെയൊക്കെ നേരിടാൻ സാധിക്കുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് അഭിലാഷിനെ ഒന്നും അറിയില്ലായിരുന്നു. അഭിലാഷും തിരിച്ചു വരും, അഭിലാഷിനും ബോധം വെക്കും എന്നാണ് പറയാനുള്ളത്. അഭിലാഷിനോട് ഞാൻ പല കാര്യങ്ങളും ചോദിച്ചു. അഭിലാഷ്, ഈ ബോണ്ട് 8000 ബോണ്ട് എൻ്റെ തുക എത്ര വരും? 8000 ബോണ്ട് വെച്ചിട്ട് 5 ലക്ഷം പിരിച്ചു കഴിഞ്ഞാൽ 400 കോടിയാവില്ലേ? അതെവിടെ? 18 ലക്ഷം അഭിലാഷ് തന്നെ പറഞ്ഞതാണ്. 18 ലക്ഷം ഡിജിറ്റൽ ID ഉണ്ട് എന്ന് അഭിലാഷ് തന്നെ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്, മുന്നോട്ടുള്ള നടപടികളിൽ പറഞ്ഞതായിട്ട് എനിക്കറിയാം. 18 ലക്ഷം ഡിജിറ്റൽ ID എന്ന്. 18 ലക്ഷം ഡിജിറ്റൽ ID വെച്ചിട്ട് 10,000 ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? അപ്പോൾ ഇത്തരത്തിലുള്ള ഭീമമായി എത്ര ആൾക്കാരെയാണ്
ഒരു സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്ത ആൾക്കാരെ ഇവരുടെ ക്രിപ്റ്റോ കോയിൻ, ഇവരുടെ HRC കോയിൻ വെച്ചിട്ട് ഇവർ എത്രയാളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാള് ക്രിപ്റ്റോ വഴി കാറ് വാങ്ങി മില്യണറായി, ബില്യണറായി. ഇതിൻ്റെയൊക്കെ പണം എവിടെ? അഭിലാഷെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള നടപടികളിലെ തലച്ചോർ പണയം വെച്ച ആൾക്കാരെ നിങ്ങളോടാണ് ചോദിക്കുന്നത്, എവിടെ ഈ പണം എന്നാണ് ചോദിക്കുന്നത്. ഉള്ളത് 212 കോടി മാത്രമാണ്. 212. ബാക്കി മറ്റുള്ള ലീഡർമാരുടെയും മറ്റതൊക്കെ കൂട്ടിയിട്ടാണ് 277 കോടി ഉള്ളത്. 212 ആണ് ശ്രീനയുടെയും പ്രതാപൻ്റെയും കമ്പനിയുടെയും അക്കൗണ്ടുകളിലുള്ളത്. അത് തേച്ചും ഈ പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ച് മോഹിപ്പിച്ച് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഇവരുടേതല്ല. അത് ഈ കുറ്റകൃത്യത്തിൻ്റെ ശേഷിപ്പാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും കമ്പനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ പണം കമ്പനിക്ക് തിരികെ കൊടുക്കില്ല. ഇന്ത്യയിലെ നിയമം അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. തിരികെ കിട്ടുക ഇതിൽ പണം നിക്ഷേപിച്ച് ബാങ്ക് വഴി അല്ലെങ്കിൽ മറ്റ് ട്രാൻസാക്ഷൻ വഴി പ്രൂഫ് കാണിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൽ അവകാശം പറയാൻ സാധിക്കുള്ളൂ. അതിപ്പോൾ ഇന്ന് നമുക്കറിയാം, വെബ്സൈറ്റ് അധികാരിയുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ HR ID കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ ലഭ്യമാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണം കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ EDയും ക്രൈം ബ്രാഞ്ചും ഈ കേസ് വളരെ സജീവമായി, വളരെ ഗൗരവത്തോടെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്തുള്ള ആളെ കോടതിയിൽ വിളിച്ചു വരുത്തി ഇവരുടെ വെബ്സൈറ്റ് തുറന്ന് ഇവരുടെ എല്ലാ ട്രാൻസാക്ഷനും കാണിച്ചു കൊടുത്തത്, അതുപോലെ തന്നെ ബോണ്ടുകൾ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലീഡർമാർ ഒക്കെ ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നത്, നമ്മൾ ഇതുപോലെ തന്നെ വേണം, വിധി വന്നു കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ തന്നെ വേണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾക്ക് വിട്ടുപോകാൻ സാധിക്കില്ല, അവർ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി എതിരാണ് എന്ന് ഇവർ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ തുടരണമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പേഴ്സണലായി സംസാരിക്കുന്ന ഒരാൾക്കും കമ്പനി വേണ്ട, അവരിട്ട പണം എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതാണ്. നമ്മൾ പല ആൾക്കാരും ഇവരുടെ ഉറഞ്ഞു തുള്ളുന്ന ആൾക്കാരോട് അടക്കം ചോദിച്ചു. ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ലീഡറായ ഒരു ലീഡറുടെ വെളിപ്പെടുത്തലുകളും ഈ വൈകിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.